ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കൂന്തൾ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കൂന്തളൊക്കെ നല്ല ഉഷാറായിട്ട് മുറിച്ച് കഴുകി എടുത്തിട്ട് ഓട്ടപാത്രത്തിൽ വെള്ളം ചോരാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് ഞാൻ ഇവിടെ കാണിച്ചു തരാനായിട്ട് പോണത് കേട്ടോ. അപ്പോൾ ഇത് വെള്ളം ചോർന്നതിന് ശേഷം ഞാൻ വേറൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ മസാല പരറ്റിയെടുക്കണം. ഞാൻ ഉണ്ടാക്കുന്ന റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങളൊന്നും ഇതിലേക്ക് ഇടുന്നില്ല, പക്ഷെ എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റോസ്റ്റാണ്. മഞ്ഞപ്പൊടിയും മുളകും പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് തിരുമ്പി കൊയമ്പി കൊണ്ട് എടുക്കുന്നുണ്ട്. ഈ ഒരു 3 പൊടികളെ ഇത് ഞാൻ കായം കൂട്ടാനായിട്ട് എടുത്തിട്ടുള്ളൂ. ഇത് ഇനി നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഒരു ഭാഗത്തേക്ക് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കണം. ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കാനായിട്ട് തുടങ്ങാം നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഇതാ ഉള്ളിയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ കൊണ്ട് അരിഞ്ഞെടുക്കും വേണം. അതിൻ്റെ ഇടയിൽ നമ്മളിതാ ചട്ടി വെച്ചിട്ട് ഈ കൂന്തളൊന്ന് പൊരിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ അരിയണ നേരം കൊണ്ട് തന്നെ ഇതവിടെ കിടന്ന് അങ്ങോട്ട് പൊരിഞ്ഞോട്ടെ വിചാരിച്ചിട്ട് ഇതാണ്ട് അടുപ്പത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിതിൽ കൂന്തളിൻ്റെ തലയും ഇതെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം പാടെയാണ് ഞാൻ ഉണ്ടാക്കണത്. ഞാനിവിടെ തലയൊന്നും ഒഴിവാക്കലില്ല കേട്ടോ, അതൊക്കെ ഇതിക്ക് എടുക്കൽ തന്നെയാണ്. അത് ഇനി അവിടെ കിടന്ന് പൊരിയണ നേരം കൊണ്ട് തന്നെ നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. ഞാൻ കുറച്ച് വലിയൊരു ഉള്ളിയും ഒരു ചെറിയൊരു ഉള്ളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ മസാല വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. എനിക്ക് പിന്നെ ഈ വെളുത്തുള്ളി ഇഞ്ചിയൊന്നും ചതച്ച് വെക്കണ ഒരു ശീലമൊന്നുമില്ല. അപ്പോഴേ ഫ്രഷ് ആയിട്ട് എടുക്കണതാണ് എനിക്കിഷ്ടം. ഈ ചതച്ച് വെച്ച് കണ്ടാവുമ്പോൾ എനിക്കെന്തോ ഒരു ഇത് തോന്നൂല. അതുകൊണ്ട് ഞാനത് ചതച്ച് വെക്കില്ല. ഞാൻ അപ്പോൾ എന്താ ഉണ്ടാക്കണമെന്ന് വെച്ചെങ്കിൽ അതിക്ക് അപ്പാണ് ചതക്കലാണ്. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ കൂടി തന്നെ നമ്മളിതൊക്കെ അങ്ങോട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ അതിക്ക് വലിയ ജീരകം ഇട്ട് കാണാൻ ചതച്ച് വെച്ചിരിക്കണേ. ഇനി നമുക്കിതാ ഇത് പൊരിഞ്ഞേക്കണമെന്നൊന്ന് നോക്കാം. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് വേണ്ടിട്ടൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. കണ്ടില്ലത് പൊട്ടി തെറിച്ചുട്ടാ. കൂന്തളിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, അതൊന്ന് പൊട്ടി തെറിച്ചും. അപ്പോൾ അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതാണ് വിചാരിച്ചിക്കാണ്ട് അതിൻ്റെ എരുത്തുത്തറിനാണ് പൊരിച്ചിക്കാണ്ട് പൊട്ടി തെറിച്ചിട്ട് പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് മൂടി വെച്ചിട്ട് വേണം നമുക്കൊന്ന് പൊരിച്ചെടുക്കാനായിട്ട്. പിന്നെ നമുക്ക് ആ മൂടി ഒന്ന് തുറന്നുകാണ്ട് ഒന്ന് ഇളക്കി നോക്കണമെങ്കിൽ കണ്ടിയിലെ പൊട്ടി തെറിച്ചത്. അപ്പോൾ ഒന്ന് ഗ്യാസ് സിമ്മാക്കി വെച്ചുകാണ്ട് വേണം ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. അതൊന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം അയക്കണമെങ്കിൽ നമുക്കൊന്ന് അതിന് കോരി എടുക്കണം. ഇത് നല്ലോണം അങ്ങോട്ട് നെരിച്ച് പൊരിച്ചേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്നങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുക്കുകയെന്ന് മാത്രം. എന്നിട്ട് ഇതാ ആ പൊരിച്ച എണ്ണയ്ക്ക് തന്നെയാണ് നമ്മളിനി ഈ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കണത്. വല്യുള്ളിയും അരിഞ്ഞു വെച്ചതും അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും വലിയ ജീരകം കൂടി ചതച്ചതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വെക്കുക. അതൊന്ന് ഒന്ന് വാടി വരട്ടെ. അതിൻ്റെ പച്ചമണം കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയായി വരുവോളം ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ അത്യാവശ്യം പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ പുളി ഒന്നും ഇട്ട് കൊടുക്കണില്ലല്ലോ. മീനാണെന്ന് വിചാരിച്ചിക്കാണ്ട് അങ്ങനെ പുളി ഒന്നും ഇട്ട് കൊടുക്കണില്ല. കൂന്തൽക്കാരും പുളി ഇടൂലല്ലോ, അതിപ്പോൾ നിങ്ങൾക്കും അറിയിക്കാരം. എന്നാലും നമുക്ക് ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് ആവശ്യമുള്ള തക്കാളി നമുക്ക് ഇവിടെ എടുക്കണം. ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ കയ്യിൽ കൂന്തലുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുത്തു കൊടുക്കുക. എന്നിട്ട് തക്കാളി ഇട്ടതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. എന്നാലേ തക്കാളി നല്ലപോലെ അലിഞ്ഞു വരുള്ളൂ. അപ്പോൾ ഇതേപോലെ തക്കാളി നന്നായിട്ട് വെന്തൊടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കണം. ഒരുപാട് മസാലപ്പൊടികളൊന്നും ഇവിടെ ഇടണില്ല. കുരുമുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി മാത്രം ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കണുള്ളൂ. പിന്നെ ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടല്ലോ. ഇനി പിന്നെ ലാസ്റ്റ് കൂന്തളിൽ ഉപ്പുണ്ടല്ലോ. ഇനി എല്ലാം നോക്കിയതിന് ശേഷം പിന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ആ പൊടികൾ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ച കൂന്തളുണ്ടല്ലോ അത് ഇതിൽ ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ പണി. ഇനി ഒന്ന് ഗ്യാസ് സിമ്മിലാക്കിയിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ആ മൂടി കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ, ആ ആവിയൊക്കെ മുഖത്തൊക്കെ അടിച്ചുമ്പോഴൊരു ആ മണം ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെയൊന്നും ഒരു വട്ടയെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കോണ്ടി. ഒരുപാട് മസാലപ്പൊടിയൊക്കെ ഇട്ടെടുത്ത് കൊളാക്കുമ്പോഴാണ് കേട്ടോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അങ്ങനെ കൊളായി വരല്. ആവശ്യത്തിനുള്ള മസാല മാത്രം ഇട്ടെടുത്ത് കണ്ടൊന്ന് ഉണ്ടാക്കി വെക്കോണ്ടി. നല്ല ഉഷാറായിട്ട് വരും. അപ്പോൾ എനിക്കിവിടെ കുറച്ച് ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ടെടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരിത്തിരിയും കൂടി ഒരു കായം വേണമെന്ന് തോന്നി.
അപ്പോൾ ഞാൻ ഒരു നുള്ള് വെള്ളം ഒറ്റിച്ച് കൊടുത്തുകാണ്ട് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല, ഒരു തുള്ളി വെള്ളം ഒഴിച്ച് കൊടുത്തുകാണ്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് തുറന്നു കൊടുത്തിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി അതിൻ്റെ മേലെ അങ്ങോട്ട് വെതറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നല്ല ടേസ്റ്റുള്ള കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോയെന്നോ, നിങ്ങൾ ഇങ്ങനെയാണോ ഉണ്ടാക്കൽ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. നിർബന്ധമായിട്ടൊരു ലൈക്കും സബ്സ്ക്രൈബൊക്കെ തന്നിട്ട് പോവണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.